ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നൊരു അടിപൊളി റൈസ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എഗ്ഗ് റൈസാണ് കേട്ടോ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ ഈ റെസിപ്പി. ഇത് കുട്ടികൾക്കൊക്കെ ടിഫിനായിട്ട് കൊണ്ടുപോകാനും പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം തന്നെ ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല ബസ്മതി റൈസ് നോക്കിയിട്ട് തന്നെ എടുക്കാം. അത് ഒരു മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ട് കുറച്ചധികം വെള്ളത്തിൽ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഈ വെള്ളത്തിൽ നിന്ന് കുക്കായി കഴിഞ്ഞാൽ ഊറ്റിയെടുത്താൽ മതി കേട്ടോ. ഇനി വേറൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വെളുത്തുള്ളിയാണ് കേട്ടോ ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത്. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത വെളുത്തുള്ളിയാണ് കേട്ടോ. ഒരു 6-7 അല്ലി വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ ഇതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായതുകൊണ്ടാണ് കേട്ടോ 2 എണ്ണം, വലുതാണെങ്കിൽ 1 മതി. ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. കറിവേപ്പില ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. 2 മീഡിയം സൈസ് സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴന്ന് വരുന്നത് വരെ മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ക്യാരറ്റും ക്യാപ്സിക്കവും ബീൻസും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഓവറായിട്ട് കുക്കാവൊന്നും വേണ്ട കേട്ടോ. ഒന്ന് ഹാഫ് കുക്കായാൽ മതി. ക്യാരറ്റൊക്കെ ഒരു അത്യാവശ്യം കടിക്കുന്ന പരുവത്തിൽ കിട്ടുന്നതാണ് നല്ലത്. ഇതൊന്ന് ഹാഫ് കുക്കായി വരുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അത് ഞാനിവിടെ 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇത്രയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഈ ടൈം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ. പിന്നെ ഈ സമയത്ത് ഓയിലും ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ. ഞാൻ കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന വിധത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ഉപ്പ് കുറയും. അപ്പോൾ ഞാനിവിടെ 5 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 5 വലിയ മുട്ട ആയതുകൊണ്ടാണ് 5 എണ്ണം എടുത്തത്. അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 6 എണ്ണം എടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഇതൊന്ന് ചെറുതായി ഹാഫ് കുക്കായി വരുമ്പോൾ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണേ. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മല്ലിയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മല്ലിയില കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ബസ്മതി റൈസാണ് കേട്ടോ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ബസ്മതി റൈസ് ആയതുകൊണ്ട് കുറച്ചധികം ക്വാണ്ടിറ്റിയിലുണ്ടാവും. നിങ്ങൾ ജീരകശാല അരിയാൻ മറ്റും എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചധികം അരി എടുക്കേണ്ടി വരും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളിത് കുട്ടികൾക്ക് വേണ്ടി ടിഫിനിലേക്ക് ആക്കുന്നതാണെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കുറക്കാം കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. എല്ലാ വശവും നല്ലപോലെ മസാല പിടിക്കണം. അതുവരെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഞാൻ കുറച്ച് ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മസാല ഉണ്ടാക്കുമ്പോൾ തന്നെ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറിൽ ഉപ്പ് കുറവായതുകൊണ്ടാണ് കേട്ടോ ലാസ്റ്റ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾ ചോറിൽ ഉപ്പ് കറക്റ്റ് അളവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ ടിഫിനിലാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ തലേന്ന് തന്നെ ചോറ് തയ്യാറാക്കി വെച്ചാൽ മതി. പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ രാവിലെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.